മാന്യപ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. ധന്യമായ 2 പ്രഭാഷണ പരമ്പരകൾ ഇന്നലെ തൊടുപുഴയിലും എറണാകുളത്ത് പെരുമ്പാവൂരിലും നടത്തിയിട്ട് ഇന്ന് രാവിലെ 2:30-3 മണിക്കാണ് ഇവിടെ എത്തിയത്. പക്ഷേ അത്ഭുതകരമായിട്ടുള്ള ഒരു അനുഭവം പോലെ യാത്രയിൽ ജഗ്ഗി വാസുദേവൻ്റെയും സുഖി ശിവത്തിൻ്റെയും 2 ഇംഗ്ലീഷ് പ്രഭാഷണങ്ങളും ഇൻ്റർവ്യൂവും കേൾക്കാനുള്ളൊരു ഭാഗ്യമുണ്ടായി. വളരെ രസകരമായിട്ടുള്ള ഒരേ വീക്ഷണത്തോടു കൂടിയ 2 പ്രഭാഷണം, ഭാഗികമായിട്ട് ഇൻ്റർവ്യൂവുമായിരുന്നു. അത് എനിക്കും നിങ്ങൾക്കും അഥവാ നമുക്ക് നല്ലോണം പ്രയോജനപ്പെടുന്ന ഒരു വിഷയമാണ്. ഈ വിഷയത്തെക്കുറിച്ച് ഞാൻ പണ്ട് പറഞ്ഞിട്ടുണ്ട്. അത് പറഞ്ഞത് കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ഡെർമാറ്റോളജിസ്റ്റ് ഡോക്ടർ രാമൻ സാറ് പറഞ്ഞതായിട്ടാണ് ഞാൻ പറയാറുള്ളത്. രാമൻ സാറ് മെഡിക്കൽ സ്റ്റുഡൻസിൻ്റെ പ്രൊഫസറാണ്. അദ്ദേഹം വിദ്യാർത്ഥികൾ അവരുടെ കംപ്ലൈൻറ്റ് പറയുമായിരുന്നു അത്രേ. അത് ഡോക്ടർ രാമൻ സാർ തന്നെ നേരിട്ട് പറഞ്ഞിരിക്കുന്നതാണ്. സാറേ, ഇന്ന പ്രൊഫസർ ഇതേപോലെ പറഞ്ഞു, ഇതേപോലെ പെരുമാറുന്നു, കൈക്കൂലി വാങ്ങിക്കുന്നു, പാവപ്പെട്ട രോഗികളിൽ നിന്ന് പോലും 50 രൂപയും 100 രൂപയും വാങ്ങിക്കുന്നു. ഇങ്ങനെ കംപ്ലൈൻറ്റ് കൊണ്ട് മെഡിക്കൽ സ്റ്റുഡൻസ് ഡോക്ടർ രാമൻ സാറിൻ്റെ അടുത്ത് വരുമ്പോൾ രാമൻ സാർ പറയുമായിരുന്നു അത്രേ, അദ്ദേഹം റിട്ടയർ ആയതുകൊണ്ട് പറയുമായിരുന്നു, പാസ്റ്റ് ടെൻസ്, ചില വ്യക്തികൾ അങ്ങനെയാണ്, അവരെ നമുക്ക് മാറ്റാൻ ശ്രമിക്കാമെന്നല്ലാതെ അവർ മാറുമെന്ന് ഉറപ്പൊന്നുമില്ല. ഗോപാലകൃഷ്ണൻ എന്ന വ്യക്തിക്ക് എൻ്റേതായിട്ടുള്ള ചില കുഴപ്പങ്ങളുണ്ട്, പ്രശ്നങ്ങളുണ്ട്, തിന്മകളുണ്ട്. അതേപോലെ തന്നെ കുറച്ചെന്തെങ്കിലുമൊക്കെ നന്മകളും ഉണ്ടായിരിക്കും. ഏത് വ്യക്തിയിലും അങ്ങനെയുള്ള കുറേ ഇൻഹറന്റ് നേച്ചർ ഉണ്ടായിരിക്കും. ഭഗവാൻ കൃഷ്ണൻ ഭഗവത്ഗീതയിൽ കാമയേഷ ക്രോധയേഷ രജോ ഗുണസമുദ്ഭവ മഹാശനോ മഹാപാപ്മാ വിദ്യേന മിഹ വൈരിണം. എല്ലാ വ്യക്തികളുടെ അടുത്തും 2 തരത്തിലുള്ള ഡിസ്ക്വാളിഫിക്കേഷൻ ക്വാളിറ്റികളുണ്ട്. ഒന്ന് അത്യാഗ്രഹം. അത് പല രൂപത്തിലും ഭാവത്തിലും ആവാം. സമ്പത്തിന് വേണ്ടി, സാധനങ്ങൾക്ക് വേണ്ടി, അധികാരത്തിന് വേണ്ടി, കസേരയ്ക്ക് വേണ്ടി ഉള്ള അത്യാഗ്രഹം ഉണ്ടാവാം. ക്രോധം, വാശി, ദേഷ്യം, പക, വിദ്വേഷം. ഈ വാശി അഥവാ ദേഷ്യത്തിൻ്റെ പര്യായ പദങ്ങൾ ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം. അതിനെയാണ് ക്രോധം എന്നൊരു വാക്കുകൊണ്ട് സംസ്കൃതത്തിൽ വിവരിക്കുന്നത്. കാമം, ആഗ്രഹം, ഏത് തരത്തിലുള്ള ആഗ്രഹമാവാം. സുഖമായിട്ട് നടക്കണം, നല്ല ഒരു സാധനം വേണം, അയാളുടേത് എനിക്ക് വേണം, അങ്ങനെയുള്ള എല്ലാം അത്യാഗ്രഹം, ആഗ്രഹത്തിൽപ്പെടും. ഇതെല്ലാ വ്യക്തികളിലും വ്യത്യസ്ത അളവിലുണ്ട്. അപ്പോൾ അതാണ് അവരുടെ നേച്ചർ. ഇപ്പം ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞിരിക്കുന്നത് ഡോക്ടർ രാമൻ സാറ് ഭഗവത്ഗീത കോട്ട് ചെയ്യാറില്ലെങ്കിലും ഈ ഒരു വിഷയത്തിൽ അല്ലാതെ അദ്ദേഹം കോട്ട് ചെയ്യാറുണ്ട്. അദ്ദേഹം പറയാറുണ്ട്, ചില ഡോക്ടർമാരങ്ങനെയാണ്, ചില നേഴ്സുമാരങ്ങനെയാണ്, ചില വ്യക്തികൾ അങ്ങനെയാണ്, അവരെ മാറ്റാൻ ശ്രമിച്ചിട്ട് പ്രയോജനമില്ല. വേസ്റ്റ് ഓഫ് ടൈം, വേസ്റ്റ് ഓഫ് എനർജി ആൻഡ് ഈവൻ വേസ്റ്റ് ഓഫ് അവർ മൂഡ് എന്ന് വേണ്ടി പറയാം. അപ്പം ഇന്നലത്തെ യാത്ര കഴിയുമ്പോൾ ഇവിടെ എത്തിയപ്പോൾ ജഗ്ഗി വാസുദേവൻ്റെയും സുഖി ശിവത്തിൻ്റെയും കണ്ടന്റ്, ഇതിൽ പ്രഭാഷണം നല്ല വിഷയങ്ങൾ ധാരാളം കൊടുക്കാറുള്ളത് പോലെ പ്രഭാഷണം. ജഗ്ഗി വാസുദേവനോടൊരു ചോദ്യം ചോദിച്ചു ഇൻ്റർവ്യൂ നടത്തുന്ന ആള്. അങ്ങയുടെ ചില പെരുമാറ്റവും ചില വാക്കുകളും ചില പ്രവൃത്തികളും ചില വീക്ഷണങ്ങളും ഇന്ന വ്യക്തികൾക്ക് ഒരിക്കലും ഇഷ്ടപ്പെടുന്നില്ല, അതുകൊണ്ട് അവർ ശക്തമായിട്ട് അങ്ങക്കെതിരെ പ്രസംഗിക്കുന്നു, പല രീതിയിലുള്ള കമൻറ്റുകൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നു,
എന്നെല്ലാം ജഗ്ഗി വാസുദേവനോട് പറഞ്ഞപ്പോൾ ജഗ്ഗി വാസുദേവൻ മറുപടി കൊടുത്തത്, അവർക്ക് അങ്ങനെ ഒരു വീക്ഷണം വെച്ച് പുലർത്താനുള്ള സ്വാതന്ത്ര്യമുണ്ട്, അല്ലെങ്കിൽ അതേപോലെയുള്ള വാക്കുകൾ ഉപയോഗിച്ച് കമന്റ് പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. എനിക്ക് എൻ്റെതായ രീതിയിൽ എൻ്റെതായിട്ടുള്ള വീക്ഷണങ്ങളും വാക്കുകളും ഉപയോഗിച്ച് എനിക്ക് ലോകത്തിനോട് പറയാനുള്ള സ്വാതന്ത്ര്യം, അതെങ്ങനെ പറയണം എന്നുള്ളത് ഞാനാ തീരുമാനിക്കുന്നത്. അതുപോലെ അവർക്ക് ഞാൻ പറഞ്ഞതിനെയോ ഞാൻ വെച്ച് പുലർത്തുന്ന വീക്ഷണത്തെയോ എതിർക്കാനോ പുച്ഛിക്കാനോ അവഹേളിക്കാനോ നിരാകരിക്കാനോ വിമർശിക്കാനോ ഉള്ള സ്വാതന്ത്ര്യം അവർക്കുണ്ട്. അവരങ്ങനെയാ, ഞാനിങ്ങനെയാണ്. പക്ഷെ അവരുടെ വിമർശനങ്ങൾ എനിക്ക് ഒത്തിരി പ്രയോജനപ്പെടുന്നത്, എന്നിൽ കുറവുകൾ ഉണ്ടെങ്കിൽ പരിഹരിക്കാനായിട്ട് അത് ഉപയോഗിക്കാം. സുഖി വാസുദേവും ഇത് തന്നെയാണ് പറഞ്ഞത്. ഓരോ വ്യക്തിയും ഏത് തരത്തിലുള്ള ഭാഷ ഉപയോഗിക്കണം, ഏത് തരത്തിലുള്ള വീക്ഷണം വെച്ച് പുലർത്തണം, ഏത് തരത്തിലുള്ള ഭക്ഷണം കഴിക്കണം, എങ്ങനെ ജീവിക്കണം, എന്തൊക്കെ ചെയ്യണം എന്ന് തീരുമാനിക്കാനുള്ള സ്വാതന്ത്ര്യം അവർക്കുണ്ട്. അതിൽ നിന്ന് ഇംപ്രൂവ് ചെയ്യണോ, അത് തന്നെ നിലനിർത്തണോ, അതിനേക്കാൾ താഴത്തേക്ക് പോകണോ എന്ന് തീരുമാനിക്കാനും സർവതന്ത്ര സ്വതന്ത്രമായ രാഷ്ട്രത്തില് ആ വ്യക്തികൾക്ക് സ്വാതന്ത്ര്യമുണ്ട്. ഇത് വളരെ വളരെ നല്ല രണ്ട് വ്യക്തിയുടെ ഒരേ അഭിപ്രായമാണ്. ആർക്ക് ആരെ വേണമെങ്കിലും വിമർശിക്കാം, എതിർക്കാം, അത് തെറ്റാണെന്ന് തെളിയിക്കാം. ഒരു വലിയ പ്രഭാഷണത്തിലെ ഒരു ഭാഗം എടുത്തിട്ട് ക്രിട്ടിസൈസ് ചെയ്യാം. ഈ മിനിഞ്ഞാന്ന് ശ്രീ പ്രൊഫസർ രവിചന്ദ്രന്റെ CD ഇറക്കിയതിനെ കുറിച്ച് കുറേ പേര് എനിക്ക് എഴുതിയിരുന്നു. ഞാൻ ആ CD കേട്ടിട്ടില്ല. ഞാനും വിചാരിച്ചു ഓരോ വ്യക്തിയും ഓരോ പോയിന്റുകളെ കുറിച്ച് പറയുന്നത് കേട്ടിട്ട് ഞാൻ വികാരം കൊണ്ട് പ്രതികരിക്കാൻ പോകുന്നത് എൻ്റെ അല്പത്തരം ആ വ്യക്തിക്ക് മറുപടി കൊടുത്ത് ആ വ്യക്തിയെ നേരിട്ട് കണ്ട് വെല്ലുവിളിച്ച് ആ വ്യക്തിയെ തോൽപ്പിച്ച് അത് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ട് ഞാൻ എന്തോ ഒരു കാര്യം ചെയ്തു എന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കുന്നതിന് പകരം അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ അനുയായികളും ഏത് തരത്തിലുള്ള ഭാഷയോ വരികളോ സന്ദേശങ്ങളോ അത് ജനങ്ങളുടെ മുമ്പിൽ ധന്യമായിട്ട് അവതരിപ്പിക്കട്ടെ, എനിക്ക് എൻ്റെതായിട്ടുള്ള രീതിയിലൂടെ പോകാം, എനിക്ക് എൻ്റെ സ്വാതന്ത്ര്യമുണ്ട്, അദ്ദേഹത്തിൻ്റെ സ്വാതന്ത്ര്യമുണ്ട്. ഇപ്പോൾ ഒരാൾ എഴുതിയിരുന്നു, ഒരു കർട്ടനും പുറകിലിട്ട് ഒരു മുറിക്കകത്തിരുന്ന് ഇങ്ങനെ പ്രസംഗിച്ച് അപ്ലോഡ് ചെയ്യുന്നതിന് പകരം പുറത്തേക്ക് ഇറങ്ങി വന്നൂടെ എന്ന്. ഈ ജഗ്ഗി വാസുദേവും സുഖി ശിവവും പറഞ്ഞപ്പോൾ പെട്ടെന്ന് ഞാൻ ഓർത്തത്, ഏതാണ്ട് 7ാം ക്ലാസ്സിൽ ഞാൻ പഠിക്കുമ്പോൾ, 7ാം ക്ലാസ്സിൽ 1967 വിജയദശമി ദിവസം തൃപ്പൂണിത്തുറയിലെ വടക്കേ കോട്ടവാതിലില് വിജയദശമി ആഘോഷിക്കാൻ കൂടിയ കുറച്ച് വ്യക്തികൾ, കൂടുതലും RSSകാരാണ്. RSSന്റെ വിജയദശമി ആഘോഷ അതില് 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന എന്നോട് പ്രഭാഷണത്തിന് വരണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അരമണിക്കൂർ പ്രസംഗിക്കാൻ ശ്രമിക്കാമെന്ന് പറഞ്ഞു. വേറെ ആരും പ്രസംഗിക്കാനില്ല, അന്ന് സാറല്ല, ഗോപാലകൃഷ്ണന്റെ പ്രസംഗം മാത്രമേ ഉള്ളൂ പറഞ്ഞു. അതൊരു വലിയ സന്തോഷവും വെല്ലുവിളിയായിരുന്നു. അത് ഏതാണ്ട് 40 മിനിറ്റോളം പ്രസംഗിക്കാൻ സാധിച്ചു. നല്ല കയ്യടിയും കിട്ടി. അന്ന് തുടങ്ങിയതാണ്. 1967 വിജയദശമിയുടെ അന്ന് 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഗോപാലകൃഷ്ണൻ തുടങ്ങിയതാണ് റോട്ടിലിറങ്ങിയുള്ള പ്രഭാഷണം. പുറകിൽ കർട്ടൻ വെച്ച് മുറിക്കകത്തിരുന്നുള്ള പ്രഭാഷണമല്ല. അമ്പലങ്ങളിലും ആശ്രമങ്ങളിലും പ്രൊഫഷണൽ കോളേജുകളിലും IITകളിലും ക്ലീവ്ലാൻഡ് യൂണിവേഴ്സിറ്റിയിലും ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിലെ ഇന്ത്യൻ ഗ്രൂപ്പിനും സിഡ്നിയിലെ സൗത്ത് വെയിൽസ് യൂണിവേഴ്സിറ്റിയിലും അതുപോലെ തന്നെ മിഡിൽ ഈസ്റ്റിലെ യൂണിവേഴ്സിറ്റികളിലും ഭാരതത്തിലെ IIMലും എല്ലാം പ്രഭാഷണം തുടങ്ങിയിട്ട് ഏതാണ്ട് 6800 പ്രഭാഷണം കർട്ടൻ പുറകിൽ വെച്ചുള്ള പ്രഭാഷണം അല്ലാത്തത് നടത്തിയത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് യൂട്യൂബിൽ. കർട്ടൻ പുറകിൽ വെച്ചിട്ടുള്ള പ്രഭാഷണം വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെയല്ലേ ചെയ്യുള്ളൂ. ഇപ്പൊ TV യിലൂടെ ഇത്രയും പ്രോഗ്രാമുകൾ ലോകത്തിന്റെ മുമ്പിൽ എത്തുന്നത്
അതെല്ലാം ഓരോ വീട്ടിലിരുന്ന് റെക്കോർഡ് ചെയ്യുന്ന സ്റ്റുഡിയോയിൽ റെക്കോർഡ് ചെയ്ത് വീടുകളിലേക്ക് എത്തിക്കുന്നു ടി വിയിലൂടെ. വാർത്തയായാലും അതുപോലെ കലാപരമായ കാര്യങ്ങളായാലും ഒരു സ്ഥലത്ത് റെക്കോർഡ് ചെയ്തത് ടി വിയിലൂടെ ജനങ്ങളിലേക്ക് എത്തിക്കുന്ന മാതിരി ഞാൻ ഒരു മുറിയിലിരുന്ന് പുറകിൽ കർട്ടനിട്ട് ഓരോ വിഷയത്തെക്കുറിച്ച് 10 മിനിറ്റോ 15 മിനിറ്റോ ക്ലാസ് എടുത്ത് ഞാൻ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതും ടി വിക്കാരെത്തിക്കുന്നതും പത്രക്കാരെത്തിക്കുന്നതും അതേപോലെയല്ലേ. വാർത്തകളെല്ലാം പ്രസ്സിൽ പ്രിന്റ് ചെയ്ത് എവിടെ നിന്നെല്ലാമോ കളക്ട് ചെയ്തിട്ട് പ്രസ്സിൽ പ്രിന്റ് ചെയ്ത് അത് വീട്ടിലേക്ക് ന്യൂസ് പേപ്പർ ബോയ് എത്തിക്കുന്നു. അതേപോലെയല്ലേ ഞാനും ചെയ്യുന്നത്. ജഗ്ഗി വാസുദേവന്റെയും സുഗി ശിവത്തിന്റെയും വിവരണം എനിക്ക് കിട്ടി. ഞാനത് എൻ്റെ വീട്ടിലിരുന്ന് റെക്കോർഡ് ചെയ്ത് നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ നിങ്ങളുടെ വീട്ടിലോ ഓഫീസിലോ കിട്ടത്തക്ക വിധത്തിൽ അപ്ലോഡ് ചെയ്യുന്നു. അതുകൂടാതെ ഇന്നലെ അതിഗംഭീരമായിട്ടുള്ള 2 പ്രോഗ്രാമുകൾ NSSന്റേതായിട്ടുണ്ടായിരുന്നു. തൊടുപുഴ NSS യൂണിറ്റിന്റെ, പിന്നെ പട്ടിമറ്റത്ത് പെരുമ്പാവൂരിനടുത്ത് പട്ടിമറ്റത്തുള്ള NSS യൂണിറ്റിന്റെ 2 പ്രഭാഷണം. അതുകൂടാതെ 1.5 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന 500 പേര് പങ്കെടുത്ത വേദത്തിന്റെ ക്ലാസ്. അപ്പൊ ഇത് അവിടെ പോയിട്ട് കൊടുത്തതാണ്. ഇപ്പൊ കർട്ടന്റെ മുമ്പിൽ മുറിക്കകത്തിരുന്ന് പ്രഭാഷണം നടത്തിയതിന് പകരം ഓരോരുത്തരെയും വെല്ലുവിളിക്കാനായിട്ട് ഇറങ്ങി വന്ന സദസ്സിൽ വെല്ലുവിളിച്ച് അവരെ എന്തായാലും മാറില്ല, അവരുടെ അനുയായികളും എന്തായാലും മാറില്ല. പച്ചത്തെറി ഉൾപ്പെടെയുള്ള കമന്റുകള് അച്ഛൻ്റെയും അമ്മയുടെയും വീട്ടുകാരുടെയും സംസ്കാരം ഉൾപ്പെടെ കാണിക്കത്തക്ക വിധത്തില് ചിലര് യൂട്യൂബില് എൻ്റെ സ്പീച്ചിന്റെ ചുവട്ടിലിടുമ്പോൾ ഈ ജഗ്ഗി വാസുദേവും സുഗി ശിവവും ഡോക്ടർ രാമൻ സാറും പറഞ്ഞതുപോലെ ചിലരൊക്കെ അങ്ങനെയാണ്. അതിൽ ഞാൻ വേവലാതിപ്പെടുകയോ വികാരത്തോടുകൂടി പ്രതികരിക്കുകയോ അതെല്ലാം കേട്ട് അതിൽ ഓരോ പോയിന്റിന് മറുപടി കൊടുക്കാൻ നിൽക്കുകയോ ചെയ്യുമ്പോൾ അതിൽ നിന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് അയാൾ എന്നെക്കുറിച്ച് പറഞ്ഞത് തെറ്റാണ്, ഞാൻ അയാൾ ഉദ്ദേശിച്ചതിനേക്കാളും മഹാനാണ് എന്ന് വരുത്തി തീർക്കാൻ ഞാൻ എന്തിനാ എന്നെ പ്രൊജക്റ്റ് ചെയ്യുന്നേ? എനിക്ക് ഒന്നേ ഉള്ളൂ, ഞാൻ എവിടെയെല്ലാം പോകുന്നോ ആ ഏറ്റെടുത്ത ദൗത്യം, പ്രഭാഷണത്തിന്റെ ദൗത്യം ധന്യമായിട്ട് അവർക്ക് മനസ്സിലാകുന്ന വിധത്തില് പ്രിന്റഡ് നോട്ട് കയ്യിൽ കൊടുത്തിട്ട് അത് ഗംഭീരമായിട്ട് നിർവഹിക്കുക. അവർക്ക് CD-കളും പെൻഡ്രൈവുകളും പുസ്തകങ്ങളും പ്രിന്റഡ് നോട്ട് അതും എത്തിക്കുക. എന്നിട്ട് അവരോട് പഠിപ്പിക്കാനും പ്രചരിപ്പിക്കാനും പ്രവർത്തിക്കാനും പ്രതികരിക്കാനും പറയുക. അവരത് ഏറ്റെടുക്കുന്നു എങ്കിൽ ആ സമയവും ആ ദിവസവും ചില വ്യക്തികളുടെ കമന്റുകൾക്ക് അവിടെ ചെന്ന് വെല്ലുവിളിച്ച് വിരലിൽ എണ്ണാവുന്ന വ്യക്തികളുടെ മുമ്പിൽ ഞാൻ ഗ്രേറ്റ് ആണ്, നിങ്ങൾ എന്നെക്കുറിച്ച് പറഞ്ഞതൊക്കെ തെറ്റാണെന്ന് ഞാൻ തെളിയിക്കാൻ നടക്കുന്നതിനേക്കാൾ എത്രയോ നല്ലത് ഏത് ചെടിയുടെ ഏത് വേരുകളിലാണോ വെള്ളമൊഴിക്കേണ്ടത് ആ കർത്തവ്യം ഞാൻ നിരന്തരം നിർവഹിച്ചുകൊണ്ട് പോയാൽ അടിമുടി മാറ്റം ഉണ്ടാവില്ലേ? ഓട്ടോബയോഗ്രഫി എഴുതാൻ പോയ മഹാത്മാഗാന്ധിയോട് എനിക്ക് തോന്നുന്നു ലോർഡ് മൗണ്ട് ബാറ്റൻ ആണെന്ന് തോന്നുന്നു, അദ്ദേഹം മഹാത്മാഗാന്ധിയോട് പറഞ്ഞു അത്രേ, ഞങ്ങൾ ഇംഗ്ലണ്ടിലും അമേരിക്കക്കാരും ഒക്കെ ഓട്ടോബയോഗ്രഫി എഴുതുന്നത് ഞാൻ ഗ്രേറ്റ് ആണ്, നിങ്ങൾ വിചാരിക്കുന്നതിനേക്കാളും ഗ്രേറ്റ് ആണ് എന്ന് പ്രൂവ് ചെയ്യാനുള്ള ഒരു ഡോക്യുമെന്റ് എഴുതലാണ് ഓട്ടോബയോഗ്രഫി. അങ്ങയെ പോലെയുള്ള മഹാത്മാഗാന്ധിയെ പോലെയുള്ള വ്യക്തിക്ക് ഇങ്ങനെ ഓട്ടോബയോഗ്രഫി എഴുതി ഗ്രേറ്റ് ആണെന്ന് പ്രൂവ് ചെയ്യേണ്ട വല്ല കാര്യമുണ്ടോ എന്ന് ചോദിച്ചപ്പോ മഹാത്മാഗാന്ധി മറുപടി പറഞ്ഞത്, അങ്ങയുടെ ഈ വരികൾ എനിക്ക് വളരെ പ്രയോജനപ്പെടുന്നതാണ്. അപ്പോ അങ്ങയുടെ ഈ ഉപദേശപ്രകാരം ഞാൻ എൻ്റെ ഓട്ടോബയോഗ്രഫി എഴുതുമ്പോൾ, എൻ്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ എഴുതുമ്പോൾ അത് എനിക്ക് ജീവിതത്തിൽ പറ്റിയ അബദ്ധങ്ങളെ കുറിച്ച് മാത്രമായിരിക്കും ഞാൻ പ്രൊജക്റ്റ് ചെയ്യുക. ആ അബദ്ധങ്ങൾ മറ്റുള്ളവർക്ക് പറ്റാതിരിക്കാൻ പാകത്തിനുള്ളതായിരിക്കും ഞാൻ എൻ്റെ ഓട്ടോബയോഗ്രഫി എഴുതുക എന്ന് അദ്ദേഹം പറഞ്ഞു അത്രേ. അതേപോലെ ഇവരൊക്കെ വിമർശിക്കുമ്പോഴും ഏറ്റവും സന്തോഷകരമായ വസ്തുത, നമുക്ക് കുറവുകളുണ്ടെങ്കിൽ അത് നമ്മൾ നമ്മുടെ കണ്ണാടിയിൽ നോക്കിയിട്ട് നമ്മളെ വിലയിരുത്തുന്നതിന് പകരം മറ്റുള്ളവരുടെ മനസ്സിൽ നമ്മൾ എങ്ങനെയാണുള്ളത് എന്നുള്ള ഈ നെഗറ്റീവുകൾ കിട്ടുമ്പോൾ
അത് നമ്മളിൽ കുറയ്ക്കാനും അതിന് മറുപടി കൊടുത്തിട്ട് അവരുടെ വീക്ഷണത്തെ തിരുത്താനും ഒക്കെ ശ്രമിക്കുന്നതിന് പകരം പൊതുവേദികളിൽ ആയിരക്കണക്കിന് 6800 പ്രഭാഷണം. ഒരു കാര്യം ഉറപ്പാണ്, ഇന്ന് കേരളത്തില് ഇത്രയും പബ്ലിക് ലെക്ചർ നടത്തിയിരിക്കുന്ന വ്യക്തിക്ക് ഗിന്നസ് ബുക്കിലോ അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ പ്രഭാഷണം നടത്തിയ വ്യക്തിക്ക് ഒരു അവാർഡോ കൊടുക്കുകയാണെങ്കിൽ അത് ഇന്ത്യയിലെന്നല്ല ലോകത്തിൽ ഗോപാലകൃഷ്ണനായിരിക്കും കിട്ടുക. അത്രയും അധികം പ്രഭാഷണങ്ങൾ ഞാൻ നടത്തിയിട്ടുണ്ട്. അങ്ങനെ ഒരു അവാർഡിനോ ഗിന്നസ് ബുക്കിൽ കയറാനുള്ള താല്പര്യമോ ഇല്ല, ഇതിനുള്ള തെളിവ് നിരത്തിയിട്ടൊന്നും ചെയ്യാൻ ഉദ്ദേശമില്ല. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഡോക്യുമെന്റും ഉണ്ട്. കഴിഞ്ഞ 15-20 വർഷമായിട്ട് എവിടെയൊക്കെ പ്രഭാഷണം നടത്തിയിട്ടുണ്ടെന്ന് ഞാൻ ഡയറി എഴുതാറുണ്ട്. അതുപോലെ പ്രഭാഷണത്തിൻ്റെ സ്ഥലവും അവിടെ കൊടുത്ത വിഷയവും എൻ്റെ കൂട്ടത്തിലുള്ളവർ എഴുതി വയ്ക്കാറുണ്ട്. ഇപ്പം നമ്പറും ഉണ്ട്. അതിനൊന്നും ഇറങ്ങി പുറപ്പെടാതെ ജഗ്ഗി വാസുദേവും സുഗി ശിവൊക്കെ പറഞ്ഞ മാതിരി ആരെന്ത് കമന്റ് പറഞ്ഞാലും അവരൊക്കെ അങ്ങനെയാണ്. പക്ഷെ ചിലതിനൊക്കെ പണ്ട് മറുപടി കൊടുത്തിരുന്നു, അതിനെ വെല്ലുവിളിച്ചിരുന്നു. ഒരു സ്ത്രീ എനിക്ക് എഴുതി, ഗോപാലകൃഷ്ണൻ ഇന്ന വ്യക്തിയെക്കുറിച്ച് വളരെ ഷാർപ്പ് കമന്റാണ് പറഞ്ഞിരിക്കുന്നത്, അയാളാണെങ്കിൽ വളരെ സോഫ്റ്റായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. എനിക്ക് കിട്ടുന്ന വളരെ നല്ലൊരു ഉപദേശമാണത്. ഒരാളെക്കുറിച്ച് ഷാർപ്പ് കമന്റ് പറയുന്നത് ഒഴിവാക്കണം. ആ സ്ത്രീയുടെ ക്രിറ്റിസിസം എത്ര നല്ല രീതിയിൽ എനിക്ക് പ്രയോജനപ്പെടുന്നു എന്ന് പറയാനൊരു ഉദാഹരണം പറഞ്ഞു നേടും. ഇപ്പൊ കർട്ടണിട്ട് കർട്ടന്റെ നിറങ്ങളും രൂപവും ഭാവവും ഒക്കെ മാറ്റി ഞാൻ സ്പീച്ച് നടത്തി അപ്ലോഡ് ചെയ്യാനുള്ള സ്വാതന്ത്ര്യം എൻ്റേതാണ്. വിഷയം തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം എൻ്റേതാണ്. വാക്കുകൾ തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം എൻ്റേതാണ്. എത്ര സമയം അതിനെക്കുറിച്ച് പ്രഭാഷണം നടത്തണമെന്ന് തീരുമാനിക്കാനുള്ള സ്വാതന്ത്ര്യം എൻ്റേതാണ്. ഏതെല്ലാം ഭാഷകളിൽ അത് പ്രസന്റ് ചെയ്യണമെന്ന് തീരുമാനിക്കാനുള്ള സ്വാതന്ത്ര്യം എൻ്റേതാണ്. അത് എങ്ങനെ അവതരിപ്പിച്ച് ജനങ്ങളുടെ മനസ്സിലേക്ക് എത്തിക്കാനുള്ള വഴികൾ എന്തൊക്കെയാണ് അത് തീരുമാനിക്കാനുള്ള സ്വാതന്ത്ര്യം എൻ്റേതാണ്. അത് കേൾക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കാനുള്ള സ്വാതന്ത്ര്യം നിങ്ങളുടെയാണ്. അതിനെ എതിർക്കണോ അഭിനന്ദിക്കണോ അനുമോദിക്കണോ അല്ലെങ്കിൽ അപകീർത്തിപ്പെടുത്തണോ അവഹേളിക്കണോ എന്ന് തീരുമാനിക്കാനുള്ള സ്വാതന്ത്ര്യം നിങ്ങളുടേതാണ്. അതിനെ വിമർശിക്കാനുള്ള സ്വാതന്ത്ര്യം നിങ്ങൾക്കുണ്ട്. അതിനെതിരെ CD എടുക്കാനോ യൂട്യൂബിലോ ഫേസ്ബുക്കിലോ പച്ച തെറി ഉൾപ്പെടെയുള്ളത് എഴുതാനും അവനവൻ്റെ സാംസ്കാരികവും അച്ഛനമ്മമാർ പഠിപ്പിച്ചതിൻ്റെ ആ ഗുണദോഷങ്ങളുടെയും അടിസ്ഥാനത്തിൽ കമന്റ് ചെയ്യാനുള്ള സ്വാതന്ത്ര്യം നിങ്ങൾക്കാണ്. അതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് വേവലാതിപ്പെടുന്നതിന് പകരം എനിക്ക് ജഗദീശ്വരനും ഭാരതമാതാവും ഋഷീശ്വരന്മാരും ഭാരതത്തിലെ ദേവതാ സങ്കല്പങ്ങളും അനുഗ്രഹിച്ചു തന്ന അവസരങ്ങളും വാക്കുകളും പ്രയോഗിക്കാനുള്ള ഇന്നത്തെ ഈ രീതിയും കുറവുകളുണ്ടാവാം, കൂടുതലുകളുണ്ടാവാം, പരിമിതികളുണ്ടാവാം. അതെല്ലാം വെച്ച് അവതരിപ്പിക്കാനുള്ള സ്വാതന്ത്ര്യം എൻ്റേതാണ്. ആ സ്വാതന്ത്ര്യവും വെച്ചുകൊണ്ട് ചെടികൾക്ക് വേരിയിൽ വെള്ളം നനച്ചുകൊണ്ട് പോകുമ്പോൾ അതിൽ ആർക്കും എന്തും പറയാൻ അവസരമുണ്ട്. അതിലെ നല്ലതെടുത്ത് പ്രയോജനപ്പെടുമെങ്കിൽ ജഗ്ഗി വാസുദേവന്റെയും സുഗി ശിവത്തിൻ്റെയും കമന്റുകൾ കേട്ട് ഇന്ന് ഇങ്ങനെ ഒരു വിഷയം അവതരിപ്പിക്കാൻ സാധിച്ചതിൽ അതെൻ്റെ ഒരു ഭാഗ്യം. ഞാനത് കേട്ടില്ലായിരുന്നെങ്കിൽ ഇങ്ങനൊരു വിഷയം ഇന്ന് പറയാൻ സാധിക്കില്ല. അപ്പോൾ ഈ ചുറ്റുപാടും നടക്കുന്നത്, കേൾക്കുന്നതും കാണുന്നതും ചർച്ച ചെയ്യുന്നതും ചിന്തിക്കുന്നതിലും എനിക്ക് എൻ്റെ മനസ്സിൽ ഇന്ന് രാവിലെ എൻ്റെ ഭാര്യ എനിക്ക് കാപ്പി തന്നപ്പോൾ ഉൾപ്പെടെ പറഞ്ഞത്, ചിലരങ്ങനെയാണ് എന്നൊന്ന് അംഗീകരിക്കാൻ ശ്രമിച്ചാൽ ജീവിതത്തിൽ എത്രയാ പ്രശ്നങ്ങൾ കുറയുക. ഞാനിങ്ങനെയാണ്, എൻ്റെ മകൾ അങ്ങനെയാണ്, മകൻ അങ്ങനെയാണ്, ചേട്ടൻ അങ്ങനെയാണ്, ചേട്ടത്തി അങ്ങനെയാണ്. അതവരുടെ സ്വാതന്ത്ര്യം, നമുക്ക് നമ്മളുടേതായിട്ടുള്ള സ്വാതന്ത്ര്യം എന്ന രീതിയിൽ മുമ്പോട്ട് പോകാൻ സാധിച്ചാൽ എന്തൊരു സുഖമാണെന്നുള്ളത് ചിന്തിച്ചത് സന്തോഷകരമായ അനുഭവമാണ്. അവിടെ മനസ്സിൽ ടെൻഷനോ BP കൂടലോ വാശിയോ പകയോ വിദ്വേഷമോ കാര്യമായിട്ടൊന്നും വരില്ല. അതുകൊണ്ട് നമ്മൾക്കെല്ലാവർക്കും നമ്മളുടേതായിട്ടുള്ള രീതി നിലനിർത്താനും നിരന്തരം സാധിക്കുമെങ്കിൽ ഉയർത്താനും ഉണർത്താനും വളർത്താനും, അതുപോലെ മറ്റുള്ളവർക്ക് അതിനുള്ള സ്വാതന്ത്ര്യമുണ്ട്, ധന്യമായിട്ട് അവരത് ഉപയോഗിക്കട്ടെ എന്ന് ചിന്തിക്കാനും സാധിച്ചാൽ ഈ ജീവിതത്തിൽ വേറെ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. ഞാൻ മാത്രം ശരി, എൻ്റേത് മാത്രം ശരി, എൻ്റെ വീക്ഷണമാണ് നിങ്ങൾ അംഗീകരിക്കേണ്ടത്, എൻ്റെ വഴിയാണ് നിങ്ങൾ സ്വീകരിക്കേണ്ടത് എന്നുള്ളതൊക്കെ ഒരുതരം സെമറ്റിക് മതത്തിൻ്റെ വീക്ഷണമാണ്.
എൻ്റെ ദൈവം, എൻ്റെ വഴി, എൻ്റെ പ്രവാചകൻ, എൻ്റെ ദൈവപുത്രൻ, അതാണ് ഏകരക്ഷകൻ, ഒരേ ഒരു വഴി, മാനസാന്തരപ്പെടുവിൻ, എൻ്റെ പക്കൽ വരുവിൻ എന്നെല്ലാം പറഞ്ഞ് ഞാൻ എൻ്റെ പക്കൽ, എൻ്റെ അടുത്ത് എന്ന് പറഞ്ഞ് പ്രൊജക്റ്റ് ചെയ്യുന്നതിന് പകരം എവിടെയൊക്കെ നല്ലതുണ്ടോ അതൊക്കെ എൻ്റേതാണ്, എവിടെയൊക്കെ വിമർശനങ്ങളുണ്ടോ എനിക്കെടുക്കാൻ സാധിക്കുന്നത് എടുത്ത് വളരണം എന്നുകൂടി ചിന്തിക്കാൻ സാധിച്ചാൽ എത്ര ഗംഭീരമായിരിക്കുമെന്ന് ജഗ്ഗി വാസുദേവന്റെയും സുഗി ശിവത്തിന്റെയും ഇൻസിഡന്റലി കേൾക്കാൻ സാധിച്ച ഇന്റർവ്യൂവിന്റെ ഭാഗത്തിൽ നിന്ന് എടുത്തത് ഞാൻ നിങ്ങളുടെ മുമ്പിൽ സമർപ്പിച്ചു. പ്രണാമം, നമസ്കാരം.